ഓണമൊക്കെ അല്ലേ, കുറച്ച് ഓണം ഷോപ്പിംഗ് ആയാലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഓണം സാരി എടുക്കാൻ വേണ്ടിയാണ്. ആൻഡ് നമ്മൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ തൃപ്പൂണിത്തുറ. ആൻഡ് തൃപ്പൂണിത്തുറയിലെ ഫസ്റ്റ് ഷോപ്പ് ദാറ്റ് വി ഗോട്ട് ഇൻ വാസ് കസവനിലയം. കസവനിലയം ഒരു അടിപൊളി കട തന്നെയാണ്, കാരണം എല്ലാ റേറ്റിലും സാധനങ്ങൾ അവൈലബിൾ ആണ്. ആൻഡ് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് ബോത്ത് സെറ്റുമുണ്ട് ആൻഡ് കേരള സാരി. ആൻഡ് ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ആൻഡ് റെഡി ടു വെയർ സാരീസും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കേരള സാരിയും സെറ്റുമുണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ കസവനിലയം ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ യു. ഇനി സാരി അല്ല, നിങ്ങൾക്ക് കുർത്തി മോഡലാണ് വേണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട്. സെക്കൻഡ് ആയിട്ട് നമ്മൾ പോയത് സീമാസിലാണ്. ഇവിടെ സാരീസിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മെറ്റീരിയൽ ആണ്. റീസണബിളും ആണ്, നല്ല സാധനം അവൈലബിൾ ആണ്. അപ്പം മെറ്റീരിയൽ ട്രാൻസ്ഫോം ചെയ്ത് സാരി ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക്. 2-3 കടയൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും വിശന്നു. അപ്പം അവിടെ അടുത്തൊരു കടയിൽ കാന്താരി മുട്ട അവൈലബിൾ ആണെന്ന് പറഞ്ഞു കേട്ടു. അപ്പം അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നാണ്. ആൻഡ് പറയേണ്ടി പോയി കേട്ടോ, സംഭവം അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയത് ചാരുത സിൽക്സിലാണ്. കളക്ഷൻ വളരെയധികം ഇല്ലെങ്കിലും സാധനങ്ങൾ ഉള്ളതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നി. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു ഷോപ്പാണ് കേട്ടോ, ഫാഷൻ വേൾഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പുറത്തുള്ള ഡിസ്പ്ലേ ഒക്കെ കൊള്ളായിരുന്നു. അപ്പം അങ്ങനെ ഹാഫ് സാരി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ അവിടെയും കയറി. നല്ല ഹാഫ് സാരി മോഡൽസും സെറ്റുമുണ്ടൊക്കെ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ പോയത് കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിലേക്കാണ്. ഈ ഒരു കടയെ കുറിച്ച് ഞാൻ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ കൃഷ്ണ സിൽക്സിന് ഇറങ്ങിയ വഴി ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. ഇത് ഞാൻ പോയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം തിരിച്ചു വരുമ്പോൾ എന്തായാലും കയറണം എന്നെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അവിടെ കുറേ സ്നാക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ആൻഡ് ദാറ്റ് ടു അറ്റ് എ വെരി റീസണബിൾ പ്രൈസ്. ഞങ്ങൾ കഴിച്ചത് മുളക് ബജി, ഉള്ളിവടയും സവാള വടയൊക്കെ ആയിരുന്നു. ആൻഡ് ഇവരുടെ ഒരു ചട്നി ഉണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. ആ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോട്ട് ജസ്റ്റ് ദാറ്റ്, സ്നാക്സും അടിപൊളിയായിരുന്നു. ഞാൻ എന്താ കഴിച്ചിട്ട് പിന്നെയും റീഫിൽ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വയറ് ഫുള്ളായ ഞങ്ങൾ നേരെ പോയത് കുത്താമ്പള്ളി നെയ്ത്തുകടയിലേക്കാണ് കേട്ടോ. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. അപ്പം ഇതോടെ നമ്മുടെ ഓണം ഷോപ്പിംഗ് ഹാസ് കം ടു എൻ എൻഡ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞങ്ങൾ ഏത് കടയിൽ നിന്നായിരിക്കും സാരി എടുത്തിട്ടുണ്ടാവുക?